അജിത് പവാറിന്റെ മരണം മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്തുടനീളം സൃഷ്ടിച്ച നടുക്കം ചെറുതല്ല. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ബാരാമതിയിൽ ജനുവരി 28-ന് നടന്ന വിമാനാപകടത്തിൽ രാജ്യം കണ്ട ഏറ്റവും കരുത്തനായ നേതാവിനെയാണ് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങി ഒട്ടനവധി പ്രമുഖ നേതാക്കൾ അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഇത് കേവലം അപകടമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കൊലപാതകമാണെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. അജിത് പവാർ എന്ന രാഷ്ട്രീയ അധികായന്റെ അന്ത്യം വെറുമൊരു സാങ്കേതിക തകരാറിൽ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബവും അനുയായികളും തയ്യാറല്ല. അജിത് പവാറിന്റെ മരണത്തിൽ 100% ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് അജിത് പവാറിന്റെ അനന്തരവനും MLA-യുമായ രോഹിത് പവാർ. ഡൽഹിയിൽ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ ചില സുപ്രധാന തെളിവുകളും ഡാറ്റയും പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രോഹിത് പവാറിന്റെ വെളിപ്പെടുത്തൽ. വിമാനം തകരുന്ന സമയത്ത് ഒരു സ്ഫോടനമല്ല, മറിച്ച് വിമാനത്തിനുള്ളിൽ തുടർച്ചയായ പല സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് വിമാനത്തിന്റെ എഞ്ചിൻ തകരാർ മൂലം സംഭവിക്കുന്ന ഒന്നല്ലെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ ഇതിലുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യാത്രക്കാരുടെ ബാഗുകൾ സൂക്ഷിക്കുന്ന ഭാഗത്ത് അനാവശ്യമായി പെട്രോൾ നിറച്ച ക്യാനുകൾ വെച്ചിരുന്നുവെന്നും ഇതാണ് തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാധാരണ നിലയിൽ അതീവ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രം പറന്നുയരുന്ന ഇത്തരം വിമാനങ്ങളിൽ ഇത്രയധികം ഇന്ധനം അനധികൃതമായി എങ്ങനെ കയറ്റിയെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയമോ ബിസിനസ് പരമോ ആയ ലാഭത്തിനു വേണ്ടി ആരോ ഒരുക്കിയ കെണിയാണിതെന്നാണ് രോഹിത് പവാർ വിശ്വസിക്കുന്നത്. ഈ അപകടത്തിന് പിന്നിൽ വലിയ ശക്തികളുണ്ടെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഏതൊരു വിമാന അപകടത്തിലും തകരാതെ ശേഷിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വീണാൽ പോലും സുരക്ഷിതമായിരിക്കാൻ ശേഷിയുള്ള ബ്ലാക്ക് ബോക്സ് ഈ അപകടത്തിൽ എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നത് ദുരൂഹമാണ്. വിമാനത്തിലെ വോയിസ് റെക്കോർഡിംഗിൽ 2 മണിക്കൂർ നേരത്തെ വിവരങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് അപകടത്തിന് തൊട്ടു മുൻപുള്ള വെറും 30 മിനിറ്റിലെ കാര്യങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ആ അവസാന 30 മിനിറ്റിൽ കോക്പിറ്റിൽ എന്താണ് സംഭവിച്ചത്? പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചത് എന്താണ്? വിമാനം നിയന്ത്രണം വിടുന്നതിന് മുൻപ് എന്തെങ്കിലും അപായ സൂചനകൾ ലഭിച്ചിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ട നിർണായക വിവരങ്ങൾ അടങ്ങിയ ബാക്കി റെക്കോർഡിംഗുകൾ അപ്രത്യക്ഷമാണ്. ശിവസേന UBT നേതാവ് സഞ്ജയ് റാവത്തും അജിത് പവാറിന്റെ മകനും ഇതേ സംശയം തന്നെ മുൻപും ഉന്നയിച്ചിരുന്നു. ബ്ലാക്ക് ബോക്സ് 20 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നിരിക്കെ ഈ കേസിൽ അത് എങ്ങനെ പ്രവർത്തിക്കാതാകും എന്നാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. അന്വേഷണത്തിൽ എന്തൊക്കെയോ അട്ടിമറികൾ നടക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് കുടുംബം. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിരുന്നതായും രോഹിത് പവാർ ആരോപിക്കുന്നു. ഈ വിമാനം സർവീസ് ചെയ്തിരുന്ന കമ്പനിയും ചില രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രിക്കെതിരെ നടപടി വേണമെന്നും സ്വതന്ത്ര ഏജൻസിയോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളോ ഈ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കേസിൽ CBI അന്വേഷണം വേണമെന്ന് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും പരസ്യമായി ആവശ്യപ്പെട്ടതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ഒരു ഭരണപക്ഷ നേതാവിന്റെ കുടുംബം തന്നെ കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും എതിരെ തിരിയുന്നത് അസാധാരണമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് വലിയൊരു ദുരൂഹതയിലേക്കാണ്. ഇത് വെറും ഒരു സാങ്കേതിക പിഴവല്ലെന്നും കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പൊളിറ്റിക്കൽ മർഡർ ആണെന്നുമുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ തെളിവുകൾ. നീതി നടപ്പിലാകുന്നതുവരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് പവാർ കുടുംബം.